ഹായ് എവരിവൺ. സോ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കെരാസ് ലൈബ്രറി യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്കൊരു ഡീപ്പ് ലേണിംഗ് റിഗ്രഷൻ മോഡൽ ചെയ്യാമെന്ന് കണ്ടു. സോ ഇന്നത്തെ ട്യൂട്ടോറിയലിൽ നമ്മൾ ഒരു ക്ലാസിഫിക്കേഷൻ മോഡൽ എങ്ങനെ കെരാസ് ലൈബ്രറി വെച്ച് ചെയ്യാം എന്നുള്ളതാണ് ഈ ട്യൂട്ടോറിയലിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്നത്. സോ അതിൽ ശരിക്കും നമുക്ക് വളരെ ലാസ്റ്റ് എക്സാമ്പിൾ വെച്ച് നോക്കുമ്പോൾ ചെറിയ ചേഞ്ചസ് മാത്രമേ നമുക്കുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ സിമിലർ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇത്തവണ ചെയ്യേണ്ടത് ഒരു ക്ലാസിഫിക്കേഷൻ ടാസ്ക് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഡാറ്റാ സെറ്റും അതിനനുസരിച്ചുള്ള ഡാറ്റാ സെറ്റ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ട് ഞാൻ ഐറിസ് എന്ന് പറയുന്ന ഡാറ്റാ സെറ്റ് യൂസ് ചെയ്യുകയാണ്. സോ ഐറിസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ഫ്ലവർ ബേസ് ചെയ്തിട്ടുള്ള ഡാറ്റാ സെറ്റാണ്. അതായത് 3 ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സും അതിൻ്റെ ഡിഫറെൻറ്റ് ഡയമെൻഷൻസ്, അതായത് സെപ്പൽ ലെങ്ത്, സെപ്പൽ വിഡ്ത്ത്, പെറ്റൽ ലെങ്ത്, പെറ്റൽ വിഡ്ത്ത്, ഇങ്ങനെ 4 ഫീച്ചേഴ്സ് വരുന്ന ഒരു ഡാറ്റാ സെറ്റാണ്. അത് ഏത് ഫ്ലവർ ആണെന്നുള്ള ഇൻഫർമേഷനും ആ ഡേറ്റയിലുണ്ട്. അപ്പം മൊത്തം ഡാറ്റാ സെറ്റിൽ നമുക്കൊരു 3 ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ് ആണ് ടോട്ടലി വരുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി ബേസിക്കലി അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഫീച്ചേഴ്സ് ആയിട്ട് 4 ന്യൂമറിക്കൽ കോളംസ്, സെപ്പൽ ലെങ്ത്, സെപ്പൽ വിഡ്ത്ത്, പെറ്റൽ ലെങ്ത്, പെറ്റൽ വിഡ്ത്ത്, അതുപോലെ തന്നെ അതിൻ്റെ ടാർഗറ്റ് കോളം അല്ലെങ്കിൽ ആട്രിബ്യൂട്ട് ആയിട്ട് നമുക്ക് വരുന്നത്, അതിൻ്റെ ലേബലായിട്ട് വരുന്നത്, അതായത് ഫ്ലവർ 0, ഫ്ലവർ 1 ഓർ ഫ്ലവർ 2, ഇങ്ങനെ നമുക്ക് 3 ക്ലാസ്സസ് നമുക്ക് പറയാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ടോയ് ഡാറ്റാ സെറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സൈക്കിറ്റ് ലൈനിൻ്റെ ഭാഗമായിട്ട് തന്നെ അത് കിട്ടും. അതുകൊണ്ട് ഞാനത് സൈക്കിറ്റ് ലൈൻ ഡോട്ട് ഡാറ്റാ സെറ്റ്സിൽ നിന്ന് അത് ഡയറക്റ്റ് ലൈബ്രറിയിൽ നിന്ന് നമുക്കത് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനത് ചെയ്യുന്നതാണ് ഫസ്റ്റ് ലൈനിൽ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ലൈനിൽ ചെയ്തിരിക്കുന്നത് ഈ ഡേറ്റയെ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട്, അതായത് ട്രെയിൻ ഡേറ്റയും ടെസ്റ്റ് ഡേറ്റയുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനായിട്ട് സൈക്കിറ്റ് ലൈനിൻ്റെ മോഡൽ സെലക്ഷൻ മോഡ്യൂളിൽ നിന്ന് ഞാൻ ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് ഫംഗ്ഷൻ ഇമ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം നമ്മളിപ്പോൾ ഇവിടെ ഇമ്പോർട്ട് ചെയ്ത ലോഡ് ഐറിസ് ഫംഗ്ഷൻ വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഡേറ്റ ലോഡ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. സോ ഞാനതൊരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യുവാണ്. ആ വേരിയബിളിൻ്റെ അകത്ത് നമ്മുടെ ഫീച്ചർ വാല്യൂസും ടാർഗറ്റ് വാല്യൂസും സെപ്പറേറ്റ് ആയിട്ട് സ്റ്റോർഡ് ആയിരിക്കും. അത് ഫീച്ചർ വാല്യൂസ് ഡേറ്റ എന്ന് പറയുന്ന കീ ഇതിൻ്റെ അകത്തായിരിക്കും. ഒരു ഡിക്ഷണറിയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഡേറ്റ ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫീച്ചർ വാല്യൂസ് നമുക്കൊരു നമ്പേ അറയായിട്ട് എക്സ് എന്ന് പറയുന്ന ഒരു അറയിലോട്ട് സ്റ്റോർ ചെയ്ത് കിട്ടും. അതുപോലെ തന്നെ ലേബൽ വാല്യൂസ് ടാർഗറ്റ് എന്ന് പറയുന്ന കോളം ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. നമുക്കിവിടെ വേണമെങ്കിൽ ഐറിസ് ഡയറക്റ്റ് പ്രിന്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതൊരു ഡിക്ഷണറി ആയിട്ടാണ് ഇത് വരുന്നത്. സോ ഡേറ്റ എന്ന് പറയുന്ന ഒരു അറയും അതുപോലെ തന്നെ ടാർഗറ്റ് എന്ന് പറയുന്ന കീ കൊറസ്പോണ്ടിങ് ആയിട്ട് അനദർ നമ്പേ അറയാണുള്ളത്. സോ അത് രണ്ടുമാണ് നമ്മളിപ്പം ഇവിടെ ലോഡ് ചെയ്ത് എടുത്തത്. എക്സിലും വൈലുമായിട്ട് കോപ്പി ചെയ്തെടുത്തു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ എക്സിനെയും വൈനെയും നമ്മളൊരു 25-75% ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് ചെയ്യുവാണ്. അതിനായിട്ടാണ് ഇവിടെ ടെസ്റ്റ് സൈസ് ഈക്വൽ ടു 0.25 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ അതിനെ 4 സെഗ്മെൻ്റ് ആയിട്ട് കിട്ടും. എക്സ് ട്രെയിൻ, എക്സ് ടെസ്റ്റ്, വൈ ട്രെയിൻ, വൈ ടെസ്റ്റ് എന്ന് പറഞ്ഞ് 4 സെഗ്മെൻ്റ് ആയിട്ട് നമുക്കതിനെ തിരിച്ച് കിട്ടും. അപ്പോൾ നമ്മൾ ട്രെയിൻ ഡേറ്റ യൂസ് ചെയ്തിട്ടായിരിക്കും മോഡൽ ബിൽഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ടെസ്റ്റ് ഡേറ്റ യൂസ് ചെയ്തിട്ട് ആയിരിക്കും നമ്മൾ മോഡലിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇതിൽ ട്രെയിൻ ഡേറ്റ എന്ന് പറയുന്നത് എക്സ് ട്രെയിനും വൈ ട്രെയിനും ചേർന്നതാണ്. അതുപോലെ തന്നെ ടെസ്റ്റ് ഡേറ്റ എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ഫീച്ചേഴ്സും അതുപോലെ തന്നെ ടെസ്റ്റ് ലേബൽസും, അതായത് എക്സ് ടെസ്റ്റും വൈ ടെസ്റ്റും. ഓക്കെ, ഈ ഡേറ്റയിൽ മറ്റ് മിസ്സിംഗ് വാല്യൂസ് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത ഒരു സിമ്പിൾ ടോയ് ഡേറ്റ ആയതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനത്തെ മിസ്സിംഗ് വാല്യൂ ഫില്ലിങ് അല്ലെങ്കിൽ ഔട്ട്ലെയർ റിമൂവൽ അങ്ങനത്തെ കാര്യങ്ങളിലോട്ടൊന്നും പോകുന്നില്ല. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് മോഡൽ ബിൽഡിങ്ങിലോട്ട് പോവുകയാണ്. ഇൻ റിയൽ ലൈഫിൽ ഒരിക്കലും അതങ്ങനെ ആയിരിക്കില്ല. നമ്മൾ ഒരുപാട് ഡേറ്റ ക്ലീനിങ്, പ്രീ പ്രോസസ്സിംഗ് ഒക്കെ ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ ഒരു എൻ്റെ മോഡലിംഗ് സ്റ്റെപ്പിലോട്ട് പോകുന്നത്. നെക്സ്റ്റ് നമുക്ക് മോഡൽ ബിൽഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ കെരാസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ സീക്വൻഷ്യൽ API വെച്ച് നമുക്ക് സിമ്പിളായിട്ട് ന്യൂറൽ നെറ്റ്വർക്ക് ആർക്കിടെക്ചർ ബിൽഡ് ചെയ്യാം. ഡെൻസ് ലെയേഴ്സ് ആവശ്യമാണ്, അതുപോലെ തന്നെ ഇൻപുട്ട് ലെയർ ആവശ്യമാണ്. അത് രണ്ടും ഞാൻ കെരാസ് ലെയേഴ്സ് എന്ന് പറയുന്ന മോഡ്യൂളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നു. ഇനി ഇവിടെയാണ് നമ്മൾ ആ പറയുന്ന ന്യൂറൽ നെറ്റ്വർക്ക് ആർക്കിടെക്ചർ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പ്രീവിയസ്ലി ഒരു സെഷനിൽ പറഞ്ഞിരുന്നു, നമ്മുടെ ഒരു ന്യൂറൽ നെറ്റ്വർക്ക് ആർക്കിടെക്ചറിൻ്റെ ഇൻപുട്ട് ലെയറിൻ്റെ നമ്പർ ഓഫ് ന്യൂറോൺസ് ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ നമ്പർ ഓഫ് ഫീച്ചേഴ്സ് ആണ്. നമ്മുടെ എക്സിൽ ആക്ച്വലി ഉള്ളത് 4 ഫീച്ചേഴ്സ് ആണ്. നമ്മളിവിടെ എക്സ് പ്രിന്റ് ചെയ്ത് നോക്കിയാൽ നമുക്കത് അറിയാൻ പറ്റും. അല്ലെങ്കിൽ എക്സ് ട്രെയിൻ എടുത്താലും എക്സ് ടെസ്റ്റ് എടുത്താലും അതുപോലെ തന്നെ നമുക്കറിയാൻ പറ്റും. ഡോട്ട് ഷേപ്പ് വിളിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അതിൽ 4 ഫീച്ചേഴ്സ് ആണുള്ളത്. സോ നമ്മുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് 4 എന്ന് പറഞ്ഞ് ഒന്നുകിൽ കൊടുക്കാം, അല്ലെങ്കിൽ എക്സ് ഡോട്ട് ഷേപ്പ് ഡോട്ട് 1 എന്ന് പറഞ്ഞ് കൊടുത്താലും ഈക്വലി നമുക്ക് അതേ സെയിം ഡയമെൻഷൻ കിട്ടും. അപ്പോൾ നമ്മുടെ ഇൻപുട്ട് ലെയറിൻ്റെ ന്യൂറോൺസിൻ്റെ സൈസ് നമ്മളിവിടെ ഇൻപുട്ട് ലെയർ ആഡ് ചെയ്യുമ്പോൾ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ഞാനിത് പറഞ്ഞു കൊടുത്തു.
അതൊരു ടപ്പിളായിട്ടാണ് ഞാൻ പാസ് ചെയ്യുന്നത്. സെക്കൻഡ് ആർഗ്യുമെൻ്റ് അല്ലെങ്കിൽ ഒന്നുമില്ല. കാരണം നമ്മൾ മൾട്ടി ഡയമെൻഷണൽ അറേ ആയിട്ടാണ് പാസ് ചെയ്യുന്നത്. കാരണം അല്ലെങ്കിൽ ഒരു ടപ്പിളായിട്ടാണ് പാസ് ചെയ്യുന്നത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇമേജസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്കതിന് നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഉണ്ടാവും. ഒരു 2D മെട്രിക്സ് ആയിട്ടായിരിക്കും ആ ഡേറ്റയെ പാസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ എത്ര കോളം വേണം എന്ന് പറയാനായിട്ട് നമുക്ക് ഇവിടെ ഒരു ഇതിൻ്റെ ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റ് ഷേപ്പ് എന്ന് പറയുന്ന ആർഗ്യുമെൻറ്റ് ഒരു ടപ്പിൾ 2 എലമെൻറ്റ് ടപ്പിളായിട്ടായിരിക്കും നമ്മൾ പാസ് ചെയ്യുക. സോ ഇൻപുട്ട് ലെയറിൽ നമ്പർ ഓഫ് ന്യൂറോൺസിൻ്റെ എണ്ണം നമ്മൾ പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ഈ പ്രോബ്ലത്തിന് വേണ്ടി ഞാൻ റാൻഡമായിട്ട് ഒരു 2 ഹിഡൻ ലെയേഴ്സും ഒരു ഔട്ട്പുട്ട് ലെയറും ആഡ് ചെയ്യുവാണ്. സോ ഹിഡൻ ലെയർ ആയിട്ട് 20 ഡെൻസ് യൂണിറ്റ്സ് ആഡ് ചെയ്യുന്നു, ഫസ്റ്റ് ഹിഡൻ ലെയർ. ദെൻ നെക്സ്റ്റ് ഹിഡൻ ലെയറിൽ 30 യൂണിറ്റ്സ് ആഡ് ചെയ്യുന്നു. ദെൻ ഞാൻ പറഞ്ഞിരുന്നു ഒരു ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ ഔട്ട്പുട്ട് ലെയറിൻ്റെ നമ്പർ ഓഫ് ന്യൂറോൺസ് ഡിസൈഡ് ചെയ്യുന്നത് അതൊരു റിഗ്രഷൻ ടാസ്ക് ആണോ ക്ലാസിഫിക്കേഷൻ ടാസ്ക് ആണോ എന്നനുസരിച്ചിരിക്കും. ഇതൊരു റിഗ്രഷൻ ടാസ്ക് അല്ല, അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് ന്യൂറോൺസ് അറ്റ് ഔട്ട്പുട്ട് ലെയർ 1 വരില്ല. റിഗ്രഷൻ ടാസ്കുകളിൽ ഒരു ന്യൂറോൺ ആയിരിക്കും ഔട്ട്പുട്ട് ലെയറിൽ വരുന്നത്. നമ്മുടേത് ഒരു 3 ക്ലാസ് ക്ലാസിഫിക്കേഷൻ ആണ്. എത്ര നമ്പർ ഓഫ് ക്ലാസ്സസ് ഉണ്ടെന്നുള്ളതാണ് അതിനെ ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടർ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡെൻസ് ലെയർ ഔട്ട്പുട്ട് ഡെൻസ് ലെയറിൻ്റെ നമ്പർ ഓഫ് ന്യൂറോൺസിൻ്റെ എണ്ണം ഞാനിവിടെ 3 കൊടുക്കുകയാണ്. ആക്ടിവേഷൻ സോഫ്റ്റ് മാക്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്, കാരണം ക്ലാസിഫിക്കേഷൻ മോഡൽ ആയതുകൊണ്ട് തന്നെ. റിഗ്രഷൻ ആണെങ്കിൽ അവിടെയും നമുക്ക് റെലു യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ഈ പറയുന്ന കെരാസ് മോഡൽ നമ്മൾ സ്ട്രക്ചർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് അത് കമ്പയർ ചെയ്യുക എന്നുള്ളതാണ്. സോ കമ്പയർ ചെയ്യാനായിട്ട് നമുക്ക് ഒപ്റ്റിമൈസർ ആഡം എന്ന് പറയുന്ന ഒപ്റ്റിമൈസർ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇതൊരു മൾട്ടി ക്ലാസ് ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം ആയതുകൊണ്ട് അവിടെ നമ്മൾ കൊടുക്കേണ്ട ലോസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പാഴ്സ് കാറ്റഗറിക്കൽ ക്രോസ് എൻട്രോപ്പി എന്ന് പറയുന്ന ഒരു ലോസ് ഫംഗ്ഷനാണ്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ലോസ് ഫംഗ്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മറ്റൊരു വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ട്രാക്ക് ചെയ്യുന്ന പെർഫോമൻസ് എന്ന് പറയുന്നത് ആക്യുറസി ആയിരിക്കും, കാരണം ഇതൊരു ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം ആയതുകൊണ്ട് തന്നെ. ഔട്ട് ഓഫ് 100 പ്രഡിക്ഷനിൽ എത്ര പ്രഡിക്ഷൻ കറക്റ്റായി എന്നതിന് നമ്മളൊരു ഫ്രാക്ഷനിൽ പറയുന്നതാണ് ആക്യുറസി എന്ന് പറയുന്നത്. ഓക്കെ, സോ അതുവരെ മോഡൽ കമ്പാരിഷൻ വരെ കഴിഞ്ഞു. നെക്സ്റ്റ് മോഡൽ ഡോട്ട് ഫിറ്റ്. ഇപ്പോൾ ഈ ഓപ്പറേഷൻസ് എല്ലാം കമ്പയറിംഗ്, ഫിറ്റിംഗ് ഇതെല്ലാം സെയിം ആണ്, എക്സെപ്റ്റ് അതിൽ ലോസ് ഫംഗ്ഷനും മെട്രിക്കും മാത്രം ചേഞ്ച് ആവുന്നുണ്ട്. അതുപോലെ തന്നെ മോഡൽ ബിൽഡ് ചെയ്യുന്നിടത്ത് നമ്മുടെ ഔട്ട്പുട്ട് ലെയറിൻ്റെ നമ്പർ ഓഫ് ന്യൂറോൺസിൻ്റെ എണ്ണവും ആക്ടിവേഷനും ചേഞ്ച് ആവുന്നുണ്ട്. നമ്മൾ റിഗ്രഷൻ എക്സാമ്പിൾ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കീ ആയിട്ട് വരുന്ന ചേഞ്ചസ് ഇത്രയൊക്കെയാണ്. ഡോട്ട് ഫിറ്റ് ഫംഗ്ഷനിൽ നമുക്ക് ഓൾമോസ്റ്റ് സെയിം ആണ്. നമ്മൾ എക്സ് ട്രെയിൻ വൈ ട്രെയിൻ പറഞ്ഞു കൊടുക്കുന്നു, എത്ര ഇറ്ററേഷൻ ഈ ബോക്സ് വേണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നു. വാലിഡേഷൻ ഡേറ്റ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതുപോലെ തന്നെ ബാച്ച് സൈസ് പറഞ്ഞു കൊടുക്കാം. ബാച്ച് സൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ പ്രൊപ്പഗേഷനിലും ഫോർവേഡ് പ്രൊപ്പഗേഷനിലും നമുക്ക് എത്ര ബഞ്ച് ഓഫ് ഡേറ്റ പാസ് ചെയ്യണം എന്നുള്ളതാണ് ബാച്ച് സൈസിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ സിംഗിൾ സാമ്പിളിൽ നമുക്ക് വേണമെങ്കിൽ ആ വെയിറ്റ് അപ്ഡേഷൻ ചെയ്യാം ഓരോ ഇറ്ററേഷനിലും, അല്ലെങ്കിൽ ഒന്നിലധികം സാമ്പിൾസിലും ചെയ്യാം. അപ്പോൾ ബാച്ച് സൈസ് 32 ആണെങ്കിൽ നമ്മുടെ ഡേറ്റ സെറ്റിലെ ട്രെയിൻ ഡേറ്റയിലെ 32 സാമ്പിൾസ് റാൻഡമായിട്ട് എടുക്കും. 32 റോസ് ഓഫ് എക്സ് വാല്യൂസ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വാല്യൂസ്. എന്നിട്ട് അത് വെച്ചിട്ടായിരിക്കും ഈ ഒരു ഫോർവേഡ് പ്രൊപ്പഗേഷനും വെയിറ്റ് അപ്ഡേഷനും ചെയ്യുന്നത്. സോ അതാണ് ബാച്ച് സൈസിനെ സൂചിപ്പിക്കുന്നത്. ഓരോ ഐട്രേഷനിലും വരുന്ന ആക്യുറസി, ടെസ്റ്റ് ആക്യുറസി, ട്രെയിൻ ആക്യുറസി, ടെസ്റ്റ് ലോസ്, ട്രെയിൻ ലോസ്, ഇതെല്ലാം നമ്മൾ ട്രാക്ക് ചെയ്യുന്നുണ്ട്. അത് ട്രാക്ക് ചെയ്യാനും അത് ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യാനുമായിട്ട് നമ്മൾ ഹിസ്റ്ററി വേരിയബിളിൽ അസൈൻ ചെയ്യുന്നു. സോ നമ്മളത് റൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് കാണാൻ സാധിക്കും. സോ ചെറിയൊരു ഡേറ്റയും ചെറിയൊരു അതുമായതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇവിടെ വാലിഡേഷൻ ആക്യുറസി ആയിരിക്കും നമ്മൾ മോസ്റ്റ്ലി ട്രാക്ക് ചെയ്യുന്നത്. ആദ്യത്തെ ഈ പോക്കിൽ 0.31 ആയിരുന്നു, പിന്നെ 0.57 ആയി, 0.63 ആയി, യെസ് 0.6316 വരെ എത്തിയിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടെ ഈപോക്സ് കൂട്ടിക്കൊടുത്ത് നോക്കാം. സോ ഞാനിതൊരു 40 ഈപോക്സ് ആക്കി കൊടുക്കാം. ഓക്കെ, സോ 0.94, ഒരു 30 ഒക്കെ എത്തിയപ്പോഴേക്കും തന്നെ 0.94 എത്തി. സോ നമ്മൾ ചൂസ് ചെയ്ത ആ ഒരു 2 ഹിഡൻ ലെയർ സ്ട്രക്ചറിന് തന്നെ 0.94 ആക്യുറസി, 94% ആക്യുറസി വരെ എത്തുന്നുണ്ട്. സംവാട്ട് ഓക്കെ നമുക്ക് പറയാം ആ ഒരു ആക്യുറസി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനുശേഷം നമ്മൾ ഹിസ്റ്ററി ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് നോക്കുവാണ്, ഈ മോഡൽ ഓവർഫിറ്റ് ചെയ്യുന്നുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാനായിട്ട്. സോ ഇവിടെ നമുക്ക് ലോസ്, അതായത് ട്രെയിൻ ലോസും വാലിഡേഷൻ ലോസും രണ്ടും ഓക്കെയാണ്. രണ്ടും കുറഞ്ഞു തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ അത് തമ്മിലുള്ള ഗ്യാപ്പ് ഒരുപാട് വലുതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ ഓക്കെ, ഇത് സംവാട്ട് ഓക്കെ ആയിട്ടുള്ള ഒരു മോഡൽ എന്ന് നമുക്ക് പറയാം. സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ മോഡൽ ട്രെയിൻഡ് ആയി. ദെൻ ആ മോഡൽ നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ റിഗ്രഷൻ മോഡൽ ചെയ്ത പോലെ തന്നെ മോഡൽ ഡോട്ട് സേവ് ഫംഗ്ഷൻ വിളിച്ച് നമുക്ക് വേണമെങ്കിൽ സേവ് ചെയ്യാം.
അങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വർക്ക് സ്പേസിൽ ആ ട്രെയിൻഡ് മോഡൽ ഒരു ഫയലായിട്ട് സേവ് ആവും. അത് നമുക്ക് ആർക്കെങ്കിലും ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ പിന്നീട് റീട്രെയിൻ ചെയ്യാതെ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു സാമ്പിൾ ഇൻപുട്ടിനെ പ്രെഡിക്റ്റ് ചെയ്ത് നോക്കുകയാണ് ഇവിടെ എന്താണ് ഔട്ട്പുട്ട് വരുന്നത് എന്നുള്ളത്. ഞാൻ ജസ്റ്റ് 4 ഇൻപുട്സ് ആണ്, സെപ്പൽ ലെങ്ത്, സെപ്പൽ വിഡ്ത്ത്, പെറ്റൽ ലെങ്ത്, പെറ്റൽ വിഡ്ത്ത്. ഞാനൊരു 2D നമ്പയറെ ഹാർഡ് കോഡ് ചെയ്ത് ചുമ്മാ വെറുതെ 4 നമ്പേഴ്സ് കൊടുക്കുവാണ്. ഒരു നമ്പയറെ ഉണ്ടാക്കിയിട്ട് മോഡൽ ഡോട്ട് പ്രെഡിക്റ്റിൽ 2D നമ്പയറെയാണ്, മോഡൽ ഡോട്ട് പ്രെഡിക്റ്റിൽ ആ നമ്പയറെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഔട്ട്പുട്ട് വരിക പ്രോബബിലിറ്റി ബേസ് ചെയ്തിട്ടായിരിക്കും. ഉദാഹരണത്തിന് സാമ്പിൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ബൈ ഡിഫോൾട്ട് ക്ലാസ് 1 ആവാനുള്ള പ്രോബിലിറ്റി, ക്ലാസ് 2 ആവാനുള്ള പ്രോബിലിറ്റി, ക്ലാസ് 3 ആവാനുള്ള പ്രോബിലിറ്റി. ഇത് ടോട്ടൽ സം എന്ന് പറയുന്നത് 1 ആയിരിക്കും. സോ ഇവിടെ നോക്കിയാൽ അറിയാം ഈ ഒരു ഇൻപുട്ടിന് പറയുന്നത് 0.03, അതായത് 3% ചാൻസ് ക്ലാസ് 0 ആവാനുള്ള പ്രോബിലിറ്റി, 58% ചാൻസ് ക്ലാസ് 1 ആവാനുള്ള പ്രോബിലിറ്റി, അതുപോലെ തന്നെ 38% ചാൻസ് ക്ലാസ് ലാസ്റ്റ് ക്ലാസ് ആവാനുള്ള പ്രോബിലിറ്റി. ഫ്ലവർ 1, ഫ്ലവർ 2, ഫ്ലവർ 3. അപ്പോൾ ഇവിടെ അറിയാം ഏറ്റവും കൂടുതൽ ഒരു കോൺഫിഡൻസ് ഇൻ പ്രഡിക്ഷൻ പറയുന്നത് ക്ലാസ് 2 അല്ലെങ്കിൽ ഫ്ലവർ 2 ആവാനുള്ള പ്രോബിലിറ്റിയാണ് പറയുന്നത് 58%. അപ്പോൾ അതിനെ ആ ഒരു നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്കിവിടെ ആർഗ്മാക്സ് ഫംഗ്ഷൻ വിളിക്കാം. ആർഗ്മാക്സ് ഓപ്പറേഷൻ ഞാൻ ചെയ്യുവാണ്. അതായത് ഏത് പൊസിഷനിലാണ്, അതായത് 0th പൊസിഷനിലാണോ, ഫസ്റ്റ് പൊസിഷനിലാണോ, സെക്കൻഡ് പൊസിഷനിലാണോ ഈ വാല്യൂ ഹയസ്റ്റ് നമ്പർ വരുന്നത് എന്നുള്ളതാണ് ആർഗ്മാക്സ് ഔട്ട്പുട്ട് തരുന്നത്. സോ ആർഗ്മാക്സ് വിളിച്ചിട്ട് പ്രിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് 1 ആണ് കിട്ടുന്നത്. കാരണം നമുക്ക് 0th പൊസിഷനിലല്ല, ഫസ്റ്റ് പൊസിഷനിലാണ്, സെക്കൻഡ് പൊസിഷനിലും അല്ല, ഫസ്റ്റ് പൊസിഷനിലാണ് 58% കോൺഫിഡൻസ് കിട്ടിയത്. സോ ഇറ്റ് ഈസ് സേയിങ് ഇറ്റ് ഈസ് ക്ലാസ് 1, അതായത് ക്ലാസ് 0 എന്ന് പറഞ്ഞാൽ ഫ്ലവർ 1, ക്ലാസ് 1 എന്ന് പറഞ്ഞാൽ ഫ്ലവർ 2, ആൻഡ് ക്ലാസ് 2 എന്ന് പറഞ്ഞാൽ ഫ്ലവർ 3. നമ്മൾ 0യിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 0, 1, 2 എന്ന് പറയും. അല്ല നമ്മൾ നോർമലി പറയുന്ന പോലെ പറയുവാണെങ്കിൽ ഫ്ലവർ 1, ഫ്ലവർ 2, ഫ്ലവർ 3, അല്ലെങ്കിൽ ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3. ഇത് ടൈപ്പ് 2 ആണെന്നാണ് ഈ ഡയമെൻഷൻ വെച്ചിട്ട് മോഡൽ പറയുന്നത് വിത്ത് 94% ആക്യുറസി. അതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ സേവ് ചെയ്ത മോഡൽ നമുക്ക് ലോഡ് ചെയ്യണം തിരിച്ച്, അതായത് ലോഡ് ചെയ്ത് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് ഇതുപോലെ ചെയ്യാം. ടെൻസർ ഫ്ലോ ഇമ്പോർട്ട് ചെയ്ത ശേഷം tf.keras.models.load മോഡലിൽ ഈ ഒരു ഫയൽ പാത്ത് പറഞ്ഞു കൊടുത്താൽ മതി. ആ ഫയൽ നമുക്ക് ഓൾറെഡി നമ്മുടെ വർക്ക് സ്പേസിൽ ഉണ്ടായിരിക്കണം. നമുക്കതിനെ ലോഡ് ചെയ്ത് ഇതുപോലെ വേരിയബിളിലോട്ട് ആക്കിയ ശേഷം നമുക്ക് ഇതുപോലെ പ്രഡിക്റ്റ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. വീണ്ടും റീട്രെയിൻ ചെയ്യണം എന്നില്ല. ഇത് വലിയ മോഡലുകൾ യൂസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ, കാരണം മണിക്കൂറുകൾ എടുത്ത് ട്രെയിൻ ചെയ്യുന്ന മോഡലുകൾ വീണ്ടും റീട്രെയിൻ ചെയ്യാതെ യൂസ് ചെയ്യുന്ന സമയത്താണ് മോഡൽ പെർസിസ്റ്റൻസ് എന്ന് പറയുന്ന ഈ ഐഡിയ വരുന്നത്. ബട്ട് അതെങ്ങനെ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു സിമ്പിൾ ഇതാണ് കാണിച്ചത്. ഓക്കെ, സോ നമ്മളിപ്പം ഒരു ക്ലാസിഫിക്കേഷൻ മോഡൽ കെരാസ് ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ ലൈബ്രറി യൂസ് ചെയ്ത് എങ്ങനെ ചെയ്യാം, ഒരു സിമ്പിൾ ഡേറ്റയിൽ ചെയ്യാം ന്യൂറൽ നെറ്റ്വർക്കിൽ എന്ന് നമ്മൾ കണ്ടു. എങ്ങനെ ലേയേഴ്സ് ആഡ് ചെയ്യണം, എങ്ങനെ ആക്ടിവേഷൻ ഫങ്ഷൻസ് മെൻഷൻ ചെയ്യണം, ഇൻപുട്ട് ലെയറിൻ്റെ ഷേപ്പ് എങ്ങനെ പറഞ്ഞു കൊടുക്കാം, അതുപോലെ തന്നെ മോഡൽ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഒപ്റ്റിമൈസറും ലോസ് ഫംഗ്ഷനും മെട്രിക്കും ഒക്കെ സെറ്റ് ചെയ്യുന്നത് എങ്ങനെ, മോഡൽ ട്രെയിൻ ചെയ്യുമ്പോൾ ഈ ബോക്സും വാച്ച് സൈസും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അതിനുശേഷം ആ ഒരു കർവ് നോക്കി പ്രോപ്പറായിട്ട് മോഡൽ ലേൺ ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് വെരിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. ലാസ്റ്റ് റിഗ്രഷൻ മോഡൽ വെച്ച് നോക്കുമ്പോൾ വളരെ മൈനർ ആയിട്ടുള്ള ചേഞ്ചസേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങൾ കോമൺ ആണ്. അതായത് മോഡൽ സേവ് ചെയ്യുന്നതും തിരിച്ച് ലോഡ് ചെയ്യുന്നതും മോഡൽ വെച്ച് പ്രെഡിക്റ്റ് ചെയ്യുന്നിടത്ത് ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അതായത് നമ്മൾ ഇൻ ടൈംസ് ഓഫ് പ്രോബബിലിറ്റി ആണ് പറയുന്നത്, മറ്റടുത്ത് ഡയറക്റ്റ് ആ വാല്യൂ ആണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. മറ്റ് ചേഞ്ചുകൾ വരുന്നത് മോഡലിൻ്റെ ഒപ്റ്റിമൈസർ അല്ലെങ്കിൽ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ലോസ് ഫംഗ്ഷനിലും ആക്യുറസിയിലും ചേഞ്ചസ് ഉണ്ട്. അതുപോലെ തന്നെ മോഡൽ സ്ട്രക്ചർ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് ലെയറിൽ വരുന്ന നമ്പർ ഓഫ് ന്യൂറോൺസിൻ്റെ എണ്ണത്തിലും ആക്ടിവേഷൻ ഫംഗ്ഷനിലും ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഒരു ബേസിക് ക്ലാസിഫിക്കേഷൻ ടാസ്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഡേറ്റ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ന്യൂറൽ നെറ്റ്വർക്ക് മോഡലിൽ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഈസിലി ട്രൈ വിത്ത് കെരാസ് ലൈബ്രറി യൂസിങ് ഈ ഒരു ഫ്രെയിം വർക്ക് യൂസ് ചെയ്തുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ റിമൈനിങ് വീഡിയോസിൽ നമുക്ക് ബാക്കി എക്സാമ്പിൾസ് കാണാം. താങ്ക് യു.